ഹിൽട്ടൺ സെൽവ ബീച്ച് റിസോർട്ട്. ഇതിനൊരു സ്റ്റേക്കേഷന് പോയതായിരുന്നു ഞങ്ങള്. ഈ ജോലി തിരക്കിൽ നിന്നല്ല ഒരു വലിയൊരു സ്ട്രെസ് റിലീഫ് ആയിരുന്നു ഞങ്ങൾക്ക്. ഞങ്ങളൊരു സൂട്ട് റൂം വിത്ത് CVV ആയിരുന്നു എടുത്തത്. കർട്ടൻ മാറ്റി പുറത്തേക്ക് വരുന്ന ആ ഫീല് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വല്ലാത്തൊരു വൈബാണ്. ഇളം കാറ്റും കുഞ്ഞു തണുപ്പും ബാൽക്കണിയിൽ നിന്ന് പുറത്തേക്കുള്ള വ്യൂ. വാവ്. താഴെ സ്വിമ്മിംഗ് പൂളും കടലും. സ്വിമ്മിംഗ് പൂളിനടുത്തായിട്ട് പാട്ടും ഡാൻസും. നമ്മൾ മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലം. പിന്നെ ഈ ഇളം കാറ്റും തണുപ്പൊക്കെ കൊണ്ട് ഇങ്ങനെ വെറുതെ നടക്കാൻ തന്നെ എന്തൊരു ഫീലാന്ന് പറയാം. ഡാൻസ് കളിക്കാത്തവർ വരെ ഈ വൈബില് ഡാൻസ് കളിച്ചു പോകും. അതാണ് അവിടുത്തെ ഫീല്. നമ്മളിവിടെ റൂം എടുക്കുമ്പോൾ തന്നെ വാട്ടർ തീം പാർക്കിലേക്കുള്ള ആക്സസും കൂടി അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്തിരുന്നു. കാരണം കുട്ടികൾക്ക് ഒന്നും കൂടി എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമല്ലേ. അതുകൊണ്ട് അവിടെ പോയപ്പോൾ നമ്മൾ വേറെ ഏതോ ഒരു ലോകത്ത് വന്ന പോലത്തെ ഒരു അവസ്ഥയായിരുന്നു. നമ്മൾ ലേറ്റ് ചെക്ക് ഇൻ ചെയ്തുകൊണ്ട് ഇവിടെ അധികം സമയം നമുക്ക് വാട്ടർ തീം പാർക്കിൽ കിട്ടിയില്ല. കാരണം ഞങ്ങൾ ഒരു 3 മണിക്കാണ് നമ്മൾ ചെക്ക് ഇൻ ചെയ്യുന്നത്. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വാട്ടർ തീം പാർക്കിൽ എത്തുമ്പോൾ തന്നെ 4 മണിയായിരുന്നു. കിട്ടിയ സമയം പരമാവധി ഞങ്ങൾ എൻജോയ് ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ കടൽ കാണാൻ വേണ്ടിയിട്ട് പോയി. നമ്മൾ ഇതിൻ്റെ ഫോട്ടോസൊക്കെ നമ്മൾ ഇൻസ്റ്റായിൽ പോസ്റ്റ് ചെയ്തപ്പോൾ പലരും ചോദിച്ചു ഇങ്ങനൊക്കെ ഒരു സ്ഥലം ഖത്തറിൽ ഉണ്ടാകുന്നുള്ളത്. ഇങ്ങനത്തെ ഒക്കെ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരുപാട് പ്ലേസുകൾ ഖത്തറിൽ ഇനിയും ഉണ്ട് കേട്ടോ. എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ മക്കളുടെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു കേട്ടോ, ഇനി എന്നാ പപ്പ നമ്മൾ ഇങ്ങോട്ട് വരിക എന്ന്. അവർക്ക് അത്രയ്ക്ക് ഇഷ്ടമായിക്കണേ.